അപരനെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി നിലകൊള്ളുവാനും കഴിയുമ്പോഴാണ് മനുഷ്യ ജീവിതം പൂർണ്ണമാകുന്നത്. ഈ തപസ്സുകാലത്തിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: കാരുണ്യവാനായ ദൈവമേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ അങ്ങ് എന്നോട് എത്രമാത്രം ക്ഷമിക്കുന്നുവെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ. വെറുപ്പും കലാപവും ഉപേക്ഷിച്ച് കാരുണ്യം കവിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രയത്നിക്കാം. മതി മതി കളിച്ചത്, തള്ളിപ്പോവാൻ സമയമായി. എന്താ മോനെ? പള്ളിയിലച്ഛൻ വിളിച്ചറിഞ്ഞല്ലോ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന്. നമുക്കും വീട് വെച്ച് തരുമോ? മോൻ പഠിച്ച് ഡോക്ടർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീട് വെക്കാം. ഇത് തീരെ പാവപ്പെട്ടവർക്ക് വെക്കുന്ന വീടല്ലേ. അമ്മ എന്റെ കുടികയിലെ കാശ് മുഴുവനും നാളെ കുർബാനയ്ക്ക് പോകുമ്പോ കൊടുക്കട്ടെ? ഓ ശരി മക്കളെ, നമുക്ക് നാളെ കൊടുക്കാം. ഉപാധികളില്ലാതെ സ്നേഹിക്കുവാനും മനുഷ്യരെ പരിഗണിക്കുവാനും ഏറെ പ്രയാസപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. ഉപാധികളില്ലാതിരിക്കുക എന്നതാണ് കരുണയുടെ ഒരു മാനദണ്ഡം. കരുണ അത് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. മനുഷ്യരിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഈശോയെ ഒന്ന് നോക്കുകയാണെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി കാൽവരിയുടെ വിരുമാറിൽ നമുക്ക് വേണ്ടി അവിടുന്ന് മോചനദ്രവ്യമായി മാറി. അവിടുത്തെ കയ്യിൽ ഒന്നും തന്നെയില്ല. ശരീരത്തോട് ചേർന്ന് കിടന്ന വസ്ത്രം പോലും ശത്രുക്കൾ ചിട്ടിയിട്ടെടുക്കുകയും അവിടുത്തെ അപമാനത്തിൻ്റെ കയത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ മുഖത്ത് പരാതിയോ ദുഃഖവുമില്ല. പകരം കരുണയുടെ മുഖമാണ് അവിടുന്ന് മനുഷ്യകുലത്തിന് നൽകിയത്. ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കുകയാണൻ ആത്മാവിലായിരം സൗരമണ്ഡലം എന്ന് അക്കിത്താം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ പറഞ്ഞു വയ്ക്കുന്നു. ഇന്നിൻ്റെ യന്ത്രവൽകൃത ലോകത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് വിള്ളലുകളേൽക്കുന്നു. അപരന് വേണ്ടി കരയുവാനോ അവൻ്റെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുവാനോ നമുക്ക് ഇന്ന് ഇവിടെ സമയം. കരുണയുടെ ഉറവുകളൊക്കെ ഇന്ന് വറ്റിയിരിക്കുന്നു. അവയുടെ വീണ്ടെടുക്കൽ കൂടിയാകണം ഈ തപസ്സുകാലം. അതിനായി ക്രിസ്തുവിൻ്റെ പിന്നാലെ അവിടുത്തെ നിണമണിഞ്ഞ പാത നമുക്ക് പിൻചൊല്ലാം.